നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് സ്നേഹിക്കാനും നിങ്ങളുടെ ചുറ്റുപാടിൽ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്കൊരു വീടുണ്ട്, നിങ്ങൾക്കൊരു ജോലിയുണ്ട്, വരുമാന മാർഗ്ഗങ്ങളുണ്ട്. ചുറ്റുപാടുകളെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ അവിടെ കിടക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കൊരിക്കലും പൂർണ്ണമായ നിങ്ങളുടെ സന്തോഷത്തെ കൊണ്ടുവരാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? നിങ്ങളുടെ അകത്തളത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സംഘർഷങ്ങൾ നേരിടുന്നുണ്ടാവുക. നിങ്ങൾ നിങ്ങളുടെ അകത്തളത്തിൽ ഹാപ്പി അല്ലായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതാണ് നമ്മളിന്ന് നോക്കുന്നത്. നിങ്ങൾ ഈ ഫിസിക്കൽ വേൾഡിലുള്ള ഒരുപാട് അത്ഭുതങ്ങളും നല്ല നല്ല കാഴ്ചകളും പല സ്ഥലങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ കാണാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ഒരു സ്പേസാണ്. അതായത് പൊതുവെ പറയാറുള്ളൊരു കാര്യമുണ്ട്, നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ഒരു സ്പേസ് ഉണ്ട് അത്രേ. അതായത് എല്ലാ മനുഷ്യരിലും ഈ ഒരു സ്പേസ് ഉണ്ടാകും. അതായത് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് എൻ്റെ സ്പേസ് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സ്പേസ് ഉണ്ടാകുക. ചില ആളുകളുടെ സ്പേസ് ഒരുപാട് കറകളും ഒരുപാട് എന്തൊക്കെയോ ഒരു മുഷിഞ്ഞ ഒരു അവസ്ഥയുള്ളൊരു സ്ഥലമായിരിക്കും. ചില ആളുകളുടേത് വിജനമായൊരു ഭൂമി പോലെ ആയിരിക്കും. ചില ആളുകളുടേത് വളരെ പച്ചപ്പ് നിറഞ്ഞ വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്പേസ് പോലെ ആയിരിക്കും. ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളുടെ ഓർമ്മകളാണ്, നമ്മളുടെ മെമ്മറീസാണ്. നമ്മൾ അവിടെ വിട്ട് കളഞ്ഞിട്ടുള്ള, നമ്മൾ ഒഴിവാക്കി കളഞ്ഞിട്ടുള്ള നമ്മളുടെ ഇന്നർ ചൈൽഡിൻ്റെ ഒരു രൂപമാണത്. എന്താണ് ഇന്നർ ചൈൽഡ്? നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിലുള്ള രൂപം എന്താണ്? ഇത് തിരിച്ചറിയാത്ത പക്ഷം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മളുടെ ഓർമ്മ വെച്ച കാലം മുതൽ അതല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാളും പിന്നിലുള്ള നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു 4 മന്ത് മുതൽ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് ബ്രെയിന് വർക്കാവുന്നുണ്ടെങ്കിൽ അന്ന് മുതലുള്ള ഡാറ്റാസ് നമ്മുടെ അകത്തളത്തിൽ കിടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതലുള്ള അനുഭവങ്ങൾ, ഇങ്ങനെ നമ്മൾ കടന്നു വന്ന ഓരോ പാതയും, നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളും, നമുക്ക് അന്നുണ്ടായിട്ടുള്ള ആശങ്കകളും, ഇതെല്ലാം നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്നർ ചൈൽഡ് നമ്മുടെ അകത്തളത്തിൽ കിടക്കുന്നുണ്ട്. ഈ ഒരു ഇന്നർ ചൈൽഡിൻ്റെ ഒരു വിഷമം, ആ ഒരു ഇന്നർ ചൈൽഡിൻ്റെ നിരാശ അകത്തളത്തിൽ കിടക്കുന്ന പക്ഷം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല. ഫിസിക്കൽ വേൾഡിൽ നമ്മൾ എത്രയൊക്കെ സന്തോഷങ്ങൾ നമ്മളിങ്ങനെ വാരി കൂട്ടിയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ നമ്മളെ തൃപ്തിപ്പെടുത്തണമെന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെന്താണ് ചെയ്യേണ്ടത്? എങ്ങനെ നമുക്ക് ഈ ഒരു ഇന്നർ ചൈൽഡിനെ കണ്ടുപിടിക്കാം? ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു സെൽഫ് എക്സാമിൻ നടത്തുക, ഒരു സെൽഫ് അവെയർനെസ് നടത്തുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ അകത്തളത്തിൽ കിടക്കുന്ന കറകൾ, ആ ഒരു ഹൃദയത്തിൻ്റെ ഉൾഭാഗം ക്ലീൻ അല്ലാതെ കിടക്കുകയാണെങ്കിൽ, നമ്മുടെ മെമ്മറീസിലൊക്കെ, നമ്മുടെ ഓർമ്മകളിലൊക്കെ, ഇനി സിമ്പിളായിട്ടൊരു സൈക്കോളജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം എന്ന് പറയും. അതായത് നമ്മുടെ വിശ്വാസങ്ങൾ, നമുക്കുണ്ടായിട്ടുള്ളൊരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. കുട്ടിക്കാലത്തുള്ള പല അനുഭവങ്ങൾ, പല എക്സ്പീരിയൻസുകളിലൂടെയെല്ലാം കടന്നുപോയ പക്ഷം നമുക്കുണ്ടായിട്ടുള്ളൊരു ബിലീവ് സിസ്റ്റം ഉണ്ട്. ഈ ബിലീവ് സിസ്റ്റത്തേക്ക് നമ്മൾ മാറ്റിമറിക്കാത്ത പക്ഷം നമ്മളുടെ ആ ഒരു ഇന്നർ ചൈൽഡിൻ്റെ തെറ്റിദ്ധാരണകൾ, ആ ഒരു ഇന്നർ ചൈൽഡ് നേരിടുന്ന ഒരുപാട് ആശങ്കകൾ, ആങ്സൈറ്റീസ്, അതങ്ങനെ തന്നെ കിടക്കും. അതിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും അതിനെ പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. ഈ ഒരു ഇന്നർ ചൈൽഡ് കിടക്കുന്ന ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് ബ്രെയിനിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ഒരു ടോക്കിങ്ങിലൂടെയോ പെട്ടെന്നൊരു സംസാരത്തിലൂടെയോ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അത് പതുക്കെ ഒരു തെറാപ്പിക്കൽ മെത്തേഡിലൂടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഇതിന് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കൗൺസിലിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു കൗൺസിലറുടെ അടുത്ത് പോയിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഓപ്പൺ ചെയ്യിക്കാനും അതിൻ്റെ ആശങ്കകൾ യഥാർത്ഥമായിട്ട് പുറത്ത് കൊണ്ടുവരാനും സഹായിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്വന്തമായിട്ട് മിറർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. അതായത് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ഫണ്ണായിട്ടോ ഒരു പൊട്ടത്തരമായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇത് ഒരു ഫാക്റ്റാണ്. അതായത് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്നർ ചൈൽഡിനെ കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പൺ ചെയ്യിക്കാൻ പറ്റും. ഇങ്ങനെ പലതരം മെത്തേഡുകളിലൂടെ, ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വസ്തനായിട്ടുള്ളൊരു സുഹൃത്തുമായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരുപാട് ടേമിലൂടെ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് തെറാപ്പിക്കലായിട്ടുള്ള മെത്തേഡുകൾ ചെയ്തിട്ട് നമ്മുടെ ഇന്നർ ചൈൽഡ് നേരിടുന്ന സംഘർഷങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നമ്മളൊന്ന് ഓപ്പൺ അപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ
ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ നമുക്കിത് ബാലൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് CBT അഥവാ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും. അതായത് നമ്മളിൽ കിടക്കുന്ന അനാവശ്യമായിട്ടുള്ള ചിന്തകളെ റീപ്ലേസ് ചെയ്യുന്ന ഒരു തെറാപ്പിക്കൽ മെത്തേഡാണ്. ഇത്തരത്തിലുള്ള തെറാപ്പിക്കൽ മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ അകത്തലത്തിൽ കിടക്കുന്ന കറകളെല്ലാം നീക്കാത്ത പക്ഷം നമുക്കൊരിക്കലും ഫിസിക്കൽ വേൾഡിൽ ഒരു 100% ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടണമെന്നില്ല. അതായത് നമ്മളെ സന്തോഷിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചുറ്റുപാടുകൾ നോക്കുന്ന സമയത്ത് അതുണ്ട് ഇതുണ്ട് എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ നമുക്കിതിലൊന്നും ഒരു പൂർണ്ണ സംതൃപ്തി കിട്ടാത്തതുപോലെയുള്ളൊരവസ്ഥ, എന്തൊക്കെ ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത പോലെയുള്ളൊരവസ്ഥ, എന്തൊക്കെ ഉണ്ടായിട്ടും ഒരു മൂഡ് ഓഫ് ഫീൽ ചെയ്യുന്നത് പോലെയുള്ള അവസ്ഥ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തലത്തിലാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. അതായത് നമുക്കൊരു ഫിസിക്കലായിട്ടുള്ളൊരു പ്രശ്നം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത് കൊണ്ട് തന്നെ നമ്മളതിനെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ അകത്തലത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അത് ട്രീറ്റ് ചെയ്യാൻ മടിക്കാറുണ്ട്, നമ്മളത് ഡിലേ ആക്കാറുണ്ട്. പിന്നെയെന്ന് പറയുന്നത് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നവരൊക്കെ മാനസിക രോഗികളാണ്, അങ്ങനെ ഒരിക്കലുമില്ല. എല്ലാവരും രോഗികളാണ്. അതായത് എല്ലാവർക്കും മാനസികമായിട്ടുള്ള ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പാസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ട്രോമകളും ചെറിയ ചെറിയ മെമ്മറിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിനെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാത്ത പക്ഷം ഇത് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഴുപ്പ് പോലെ നമ്മുടെ ഫിസിക്കലി ഉള്ള ഒരു ബോഡിയിൽ വരുന്നൊരു മുറിവ് പോലെ ഇതും ഒരു മുറിവായിട്ടത് പഴുക്കാൻ തുടങ്ങും. അങ്ങനെയുള്ളൊരു പഴുപ്പിലേക്ക് പോകാതെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാൻ തയ്യാറാവുക. അതായത് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിൻ്റെയും ഫിസിക്കൽ ഹെൽത്തിൻ്റെയും 100% റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത് നമുക്ക് തന്നെയാണ്. മറ്റൊരാളെ ഒന്ന് റെഡിയാക്കുന്നോ അത് ദൈവത്തിൻ്റെ കൈകളിലേക്ക് കൊടുക്കാമെന്നോ എന്നൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അത് ട്രീറ്റ് ചെയ്ത് റെഡിയാക്കണം. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ടത് ട്രീറ്റ് ചെയ്യണം. അതൊരു ഫിസിക്കൽ ആയിക്കോട്ടെ മെൻ്റൽ ആയിക്കോട്ടെ, ഇത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഇന്നർ ചൈൽഡ് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മുടെ അകത്തലത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ മറ്റൊരാളുമായിട്ട് ഡിസ്കസ് ചെയ്യാനോ അതിനെ ഓപ്പൺ അപ്പ് ചെയ്യാനോ അതിനൊരു സ്പേസ് കൊടുക്കുക. അതിപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊന്ന് ഓപ്പണായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് അങ്ങോട്ട് വരാൻ തുടങ്ങും. അത് നമുക്ക് തന്നെ തോന്നും, ഞാൻ ഇത്രയും സംഘർഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. നമ്മൾ കണ്ടിട്ടില്ലേ ചില ആളുകൾ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഒരു കലഹങ്ങളോ ഒരു പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള എല്ലാം അങ്ങ് പുറത്തേക്ക് വരും. അപ്പോൾ ഇതുപോലെ പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും പുറത്തേക്ക് വരാനിങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കുക. അതിനുള്ള പെർമിഷൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ആ ഇന്നർ ചൈൽഡ്. അപ്പോൾ അതിനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുക. നല്ലൊരു ഭാവിയും നല്ലൊരു മെൻ്റൽ ഹെൽത്തും കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം അത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മൾ നമ്മുടെ ശരീരം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സും ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വ്യക്തിപരമായിട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സ്ട്രഗിളിങ്സിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കോൺടാക്ട് ചെയ്യാനോ സംസാരിക്കാനോ മടിക്കരുത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. താങ്ക് യു.